അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം എല്ലാവർക്കും. ഞാൻ അബൂബക്കർ സിദ്ദീഖ്, മലപ്പുറം ഡിസ്ട്രിക്ട് അമ്പാട് കൊണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഡിലീറ്റായിപ്പോയി. എന്നാലും വീണ്ടും ചെയ്യാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഈ കൊറോണ മഹാമാരി, അതുപോലെ തന്നെ നിപ്പ, പ്രളയം ഇതൊക്കെ വന്ന സമയത്ത് നമ്മളെ നാടിനെയും സഹായിക്കാനായിട്ട് പല ആളുകളും സ്വമനസാലെ പല ആളുകളും പല സാധനങ്ങളുമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും സഹായിക്കാനായിട്ട് പല കോണിൽ നിന്നും എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു മനസ്സാണ്, സഹായമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാടുകളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും പല പല ആളുകൾക്കും പല രോഗങ്ങളായി, കിഡ്നി ആയിട്ടും അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ, സർജറികൾ പലതരം, ചെറിയ കുട്ടികൾ മുതൽ വലിയ വലിയ ആളുകൾ വരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടി ഫിറോസ് കുന്നോളി സാറിനെ പോലെ, അതുപോലെ തന്നെ നാസർ മാനോ അവറുകൾ, അതുപോലെ തന്നെ റഫീഖ് വാട്സപ്പ് കൂട്ടായ്മ, അതുപോലെ തന്നെ പല പല ആളുകൾ ജാതിമത വ്യത്യാസ ഭേദമന്യേ തന്നെ ആളുകളെ സഹായിക്കാനായിട്ട് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ സമയം കളഞ്ഞുകൊണ്ട് പല ആളുകളിൽ നിന്നും പണമായും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എത്തുന്നു. അവരെ ചില ആളുകൾ അവരെ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ മോശമായി പറഞ്ഞുകൊണ്ട് തന്നെ അവരെ പല രീതിയിൽ തന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യാതാക്കുന്നത് ഒരു പ്രയാസകരമായി തന്നെ. പക്ഷേ നാടുകളിൽ സർജറി ആയിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് കുറേ ആളുകൾ പ്രയാസപ്പെടുന്നു. അവരൊക്കെ സഹായിക്കുന്നത് ഇങ്ങനെ പോലുള്ള സോഷ്യൽ വർക്കേഴ്സായിട്ടുള്ള കുറേ ആളുകളുടെ മനസ്സുകളാണ്. അവരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ കുടുംബത്തിന് ഇതേപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും സഹായിക്കാനുള്ള കൂടെ തമ്പുരാൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ എല്ലാവരും തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ആരെയും അവരെ കുറ്റപ്പെടുത്തലല്ലാതെ അവർക്ക് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കോട്ടയത്തുള്ള ഒരു പാസ്റ്റർ, പള്ളിയിലേക്ക് പാവപ്പെട്ട ഒരാളാണ്. മേജർ സർജറിക്ക് സ്പൈനൽ കോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് 3-4 പ്രാവശ്യമായിട്ട് ഓപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുകയാണ്. 5 ലക്ഷമാണ് വേണ്ടത്. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നീങ്ങുന്നത്. മുമ്പ് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളാണ്. ജെയിംസ്, ചെറുവിലയിൽ, പാക്കിൽ, PO, കോട്ടയം. പിൻകോഡ് 68-60-12. മൊബൈൽ നമ്പർ 94-47-45-70-68. പിന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോസും കാര്യങ്ങളും ഇതിൽ വെക്കുന്നുണ്ട്. നേരിട്ട് പോയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ട് കൊറോണ മഹാമാരി ആയതുകൊണ്ട് മാത്രമാണ്. കോട്ടയത്തുകാരനാണ്. ജാതിമത വ്യത്യാസഭേദമന്യേ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് സഹായിച്ചാൽ ദൈവം നമ്മളെ നാളെ സഹായിക്കും. നമ്മളെ കുടുംബത്തിൽ ഇനി ആർക്കും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കാർക്കാരും വരാതിരിക്കട്ടെ. നമ്മൾ നല്ല രീതിയിൽ തന്നെ സഹായിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ കൈവിടില്ല. നല്ല രീതിയിൽ തന്നെ സഹായിക്കുക. അക്കൗണ്ട് നമ്പർ 30-84-32-07-425 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBIN 0070379. മറക്കാതെ തന്നെ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ സഹായിക്കുക. ഒരു കൈ സഹായം നിങ്ങൾ ഫിറോസ് മുന്തമറമ്മലിനെ പോലെയും നാസർ മാനുക്ക, റഫീഖ്, അങ്ങനെ പലതരം ആളുകൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ക്രൂശിക്കരുത്. അവർ ചെയ്യട്ടെ. അവർ ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് കഴിയില്ല. പക്ഷേ എല്ലാവരും ഈ വീഡിയോ കാണുക. മാക്സിമം അദ്ദേഹത്തിന് വേണ്ട സർജറിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, നമ്മൾ സഹായം ചെയ്യുന്നവരുടെ പ്രാർത്ഥന തീർച്ചയായും നമ്മൾക്ക് കിട്ടും. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും സുമനസ്സോടെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ജെയിംസ് ജോർജ്. ഞാനൊരു സ്വമേധയാ സുവിശേഷകനാണ്. എനിക്ക് ഇപ്പോൾ ഒരു മേജർ സർജറി വന്നിരിക്കുകയാണ്. എൻ്റെ സ്പൈനൽ കോഡ് ബ്ലോക്കായിപ്പോയി.
അതിന് 5 ലക്ഷം രൂപ ചിലവ് തരും. ആ സർജറി നടത്തുവാൻ എനിക്ക് സ്വന്തമായി വീടോ സ്ഥലവും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കൂടെയുള്ള സഹായം എനിക്കൂടെ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശോഭ സലിമാണ്. നമ്മുടെ ജെയിംസ് സഹോദരനെ കുറിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ബാധിച്ചതും അത് കാരണം അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡും വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മേജർ സർജറിയാണ് അത് ആവശ്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തെ സഹായിക്കാം എന്നുള്ള ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സർജറി നടക്കണം. അദ്ദേഹം പൂർവാധികം ആരോഗ്യത്തോടെ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും എല്ലാവരുടെയും സഹായം അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ. ജഗദീശ്വരനായി മൂലഗിരി ജോജി ആണ് സാമൂഹിക പ്രവർത്തനങ്ങളായിട്ട് സജീവമായി നിൽക്കുന്ന ആളാണ്. ജെയിംസ് ജോർജിനെ 15 വർഷമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിന് 2012 ഒരു അമൃതയിൽ ട്യൂമറായിട്ട് ബന്ധപ്പെട്ടൊരു ഓപ്പറേഷൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ അനുഭവിച്ച് അത് വിജയകരമായി തരണം ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അതൊരു സർജറി നടത്തിയേ മതിയാകും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം വളരെ മോശമാണ്. വാടകയ്ക്ക് താമസിക്കുന്നു. മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മ അദ്ദേഹത്തെ ഇടപെട്ട് സജീവമായി സഹകരിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുകയും ചെയ്യുന്നു.